വെൽക്കം. ഗ്രേറ്റ് ഡാഡി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. വാട്ട് മേക്സ് വിന്നേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പറയാറുണ്ട്. ഏതാണ് ആ പുസ്തകം നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ലോ ഓഫ് മണി, ലോ ഓഫ് മോട്ടിവേഷൻ, ലോ ഓഫ് സക്സസ് തുടങ്ങിയ പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ലോകത്തെ മാറ്റിമറിച്ച ചിന്തകളുള്ള ഒരു പുസ്തകമാണിത്. ദ ഗ്രേറ്റ് ഡാഡി ഓഫ് മോട്ടിവേഷൻ. ഏതാണ് പുസ്തകം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റായി ഇടുക. അതിലൊരു മനോഹരമായൊരു കഥ ഒന്ന് അവതരിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ സംഭവത്തിൽ ഒരു ഏകദേശം വൃദ്ധനായിട്ടുള്ളൊരു ഡോക്ടർ ഒരു കുതിരവണ്ടിയിൽ വരികയാണ്. ഒരു ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഡ്രഗ് അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ കൂടാരത്തിൻ്റെ ബാക്കിലൂടെ അദ്ദേഹം അതിനകത്ത് പ്രവേശിക്കുന്നു. ഈ ഡോക്ടർ അവിടുത്തെ ക്ലർക്കുമായി കുറച്ചധികം നേരം വളരെ കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു കെറ്റിലുമുണ്ട്. ഒപ്പം തന്നെ ആ കെറ്റിൽ ഇളക്കാനുള്ള ഒരു വുഡൻ കോലുമുണ്ട്, തടിയുടെ കോലുമുണ്ട്. ഇത് അദ്ദേഹം അയാൾക്ക് വിൽക്കാൻ, അതിലൂടെ ഉണ്ടാകുന്നൊരു ഫോർച്യൂൺ, അത് വാങ്ങിക്കഴിഞ്ഞാൽ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, അത് എങ്ങനെ ഉപയോഗിക്കണം, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ വൃദ്ധനായ ഡോക്ടർ ഈ വ്യക്തിയോട് പറയുന്നത്. ദ എൻചാൻറ്റിങ് കെറ്റിൽ എന്നാണ് ഈ കഥയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. എൻചാൻറ്റിങ് കെറ്റിൽ. അപ്പോൾ ഈ കെറ്റിലും വുഡനായിട്ടുള്ള ആ സംഭവം രണ്ടും കൂടി ഈ ഡോക്ടർ ഈ ക്ലർക്കിന് വിൽക്കുകയാണ്. $500 ഈ സംഭവം വിറ്റതിന് അല്ലെങ്കിൽ വാങ്ങിയതിന്, അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നൽകിയതിനായിട്ട് ഈ ക്ലർക്ക് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ക്ലർക്ക് തൻ്റെ സമ്പാദ്യം മുഴുവൻ, താൻ സേവ് ചെയ്ത് വെച്ചിരുന്നത് മുഴുവൻ ഈ ഡോക്ടർ കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ഡോക്ടർ തൻ്റെ കടമെല്ലാം പൈസ കൊണ്ട് വീട്ടുന്നു. പക്ഷേ ഈ ഡോക്ടർ നൽകിയ സക്സസ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റിനോട് ഒരു സംഭവം കൂടി ഈ ക്ലർക്ക് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു സീക്രട്ട് ലോകം മുഴുവൻ വ്യാപിക്കുകയും അനേകമായിരം ആളുകളിലേക്ക് എത്തുകയും അനേകമായിരം ആളുകൾക്ക് ജോലി നൽകുകയും അനേകമായിരം ആളുകൾക്ക് സന്തോഷം നൽകുകയും ഇങ്ങനെ വലിയ രീതിയിൽ ലോകമെങ്ങും വ്യാപിക്കുകയും ലോകത്തിലെ 200ഓളം രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും 200-ൽ പരം തരങ്ങളുണ്ടാകുകയും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് ജോലി നൽകുകയും വലിയ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായി മാറുകയാണ്. ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർ, കഥ കേട്ടിട്ടുള്ളവർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി കാണും. കൊക്കോ കോള എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. $500 മേടിച്ച ഈ ആശയത്തോടൊപ്പം അദ്ദേഹം ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്തു. അതിൻ്റെ പേരാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഇതെങ്ങനെ ഉപയോഗിക്കപ്പെടാമെന്നുള്ള രീതിയിലാണ് ഡോക്ടർ അവതരിപ്പിച്ചത്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഇമാജിനേഷൻ കൂടി ആഡ് ചെയ്ത് ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലെത്തിക്കുകയും ലോകം അറിയപ്പെടുന്ന, ലോകത്തിലെങ്ങും വ്യാപരിക്കുന്ന, പടർന്ന് പന്തലിച്ച ഒരു ബ്രാൻഡാക്കി മാറ്റുവാൻ ഈ ക്ലർക്കിന് സാധിച്ചു. ഇമാജിനേഷനെ കുറിച്ചാണ് ഈ കഥയുടെ ആരംഭ അവസാനം സൂചിപ്പിക്കുന്നത്. 2 തരത്തിലുള്ള ഇമാജിനേഷൻ ഉണ്ട്. ഒന്ന് സിന്തറ്റിക് ഇമാജിനേഷൻ, 2 ക്രിയേറ്റീവ് ഇമാജിനേഷൻ. സിന്തറ്റിക് ഇമാജിനേഷൻ എന്ന് പറയുന്നത് നോർമലി നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു ഇമാജിനേഷനാണ്. എന്നാൽ ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ്. ഇത്ര ഇമാജിനേഷൻസ് എക്സാക്ട്ലി ഐഡിയാസ് എന്നും നമുക്ക് പറയാം. നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല ഐഡിയകൾ ഈ ഇമാജിനേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇമാജിനേഷൻ 2ആയി നമുക്ക് തരംതിരിക്കാം. ഇമാജിനേഷൻ അല്ലെങ്കിൽ ഐഡിയ ഉണ്ടായി, അതിനകത്ത് നമ്മൾ ഇനാക്ഷൻ ആണെങ്കിൽ, നമ്മൾ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് ഡൈ ആയി പോകും. പക്ഷെ നാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വ്യക്തി തൻ്റെ ഇമാജിനേഷൻ, ക്രിയേറ്റീവ് ഇമാജിനേഷനെ യൂസ് ചെയ്യുകയും അത് വലിയൊരു നേട്ടം കൊണ്ടുവരാൻ ഇടയാക്കുകയുമായിരുന്നു. ഈ പുസ്തകത്തിൽ പറയുന്നത് ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഐഡിയയെ യൂസ് ചെയ്യാനുള്ള ശക്തമായ ഡിസയർ ഉണ്ടാകണം. ആ ഡിസയറിനെ അല്ലെങ്കിൽ ഇമാജിനേഷനെ വൈബ്രേഷൻ എന്നെല്ലാം പറയും. ഈ വൈബ്രേഷൻ ഉയർന്ന് ഫിസിക്കൽ കൗണ്ടർ പാർട്ടുമായി അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇൻ്റലിജൻസുമായി ഒന്നു ചേരുമ്പോൾ ഒരു ഫിസിക്കൽ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ ആ നേട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ സിന്തറ്റിക് ഇമാജിനേഷൻ മാറ്റിവെച്ച് ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഉണ്ടാകുകയും ക്രിയേറ്റീവ് ഇമാജിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് ശക്തമായ ഡിസയറിലൂടെ ശക്തമായി വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ നേട്ടത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് ദ എൻചാൻറ്റിങ് കെറ്റിൽ എന്ന് പറയുന്ന കഥയുടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ വളരെ നല്ല ആവശ്യമുള്ള കാര്യമാണ്. ഐഡിയാസ്, ഇമാജിനേഷൻ, ഡിസയർ, ആക്ഷൻ, യൂസ്, വൈബ്രേറ്റ് തുടങ്ങിയതായിട്ടുള്ള ചിന്തകൾ തീർച്ചയായും നമ്മൾ സഹായിക്കട്ടെ.